ഇന്ന് ഞാൻ ചെയ്തെടുക്കുന്നത് പഴയൊരു നൈറ്റി വെച്ചിട്ട് 3 വയസ്സുള്ളൊരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഈ നൈറ്റീൻ്റെ സിബിൻ്റെ ഭാഗത്തുള്ള സ്റ്റിച്ചെല്ലാം പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് അയച്ച് മാറ്റാം. ഈ ഒരു സിബ് ഈ ഒരു ഡ്രസ്സിലേക്ക് യൂസ് ചെയ്യുന്നില്ല, വേറെ ഡ്രസ്സും കൂടി ഈ ഒരു നൈറ്റി കൊണ്ട് തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ ആ ഒരു ലെവലിൽ നിന്ന് ബോഡി പാർട്ടിലേക്ക് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് കുട്ടീൻ്റെ ഡ്രസ്സിന്, ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്ത ശേഷം കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ക്ലോത്ത് ഞാൻ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഒരു ക്ലോത്തിൽ കൊണ്ട് വീണ്ടും ഞാനൊരു ഫ്രോക്കും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ആ സിബും കൂടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്ലീവും കൂടി ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. കുട്ടിക്ക് വേണ്ട ഡ്രസ്സിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ എത്രയാണോ ലെങ്ത്ത്, ഇപ്പോൾ 25 ലെങ്ത്ത് വേണ്ടെങ്കിൽ എക്സ്ട്രാ എടുക്കാൻ വേണ്ടി 2 ഇഞ്ചോ 3 ഇഞ്ചോ എക്സ്ട്രാ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, തയ്യൽ തുമ്പ് കൂടാതെ. കാരണം ഇതിപ്പോൾ വലിയവരെ നൈറ്റിയാണ്, അപ്പോൾ നെക്ക് ലെങ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ കുട്ടീൻ്റെ നെക്ക് ലെങ്ത്ത് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ മുകൾ ഭാഗത്തുനിന്ന് ഇപ്പോൾ 5 ഇഞ്ചാണ് വലിയവരെ നെക്ക് ലെങ്ത്ത് എങ്കിൽ കുട്ടിക്ക് 3 വേണ്ടതെങ്കിൽ മുകൾ ഭാഗത്തുനിന്ന് 2 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റേണ്ടി വരും. അപ്പോൾ ആ ഒരു ലെങ്ത്തും കൂടി കണക്കൂട്ടിയിട്ട് വേണം കുട്ടീൻ്റെ ഡ്രസ്സിൻ്റെ ലെങ്ത്തും കൂടി മാർക്ക് ചെയ്യാൻ. കുട്ടീൻ്റെ ഡ്രസ്സിൻ്റെ കഴുത്ത് അകലം കൂടി വലിയവരുടെ ഡ്രസ്സിൻ്റെ കഴുത്തകലത്തേക്കാളും കുറവായിരിക്കും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ സെൻറ്ററിലൂടെ ഇത്ര ഒരു 1/2 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ബാക്കിയുള്ള 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് നടുവിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് വേണം ഈ ഒരു കഴുത്തകലം അഡ്ജസ്റ്റ് ചെയ്യാൻ. അപ്പോൾ താഴേക്ക് 2 ഭാഗത്തും, അതായത് ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും ഇതേപോലെ ചെയ്യുന്നുണ്ട്. 1/2 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ബാക്കിയുള്ള ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ സെൻറ്ററിലൂടെ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഒരു കഴുത്തകലം കൂടി കറക്റ്റായിട്ട് വരും. ഇനിയിപ്പോൾ ഷോൾഡർ എത്രയാണോ വേണ്ട ആ ഷോൾഡർ എടുക്കുക. അതേപോലെ ആം ഹോൾ എത്ര വേണം കുട്ടിക്ക് ആ ഒരു ആം ഹോളും കൂടി എടുക്കുക. ചെസ്റ്റ് വിഡ്ത്ത് എത്രയാണോ വരുന്നത് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ 6 ഇഞ്ചും പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുക്കുന്നുണ്ട്. വേസ്റ്റിൻ്റെ വിഡ്ത്ത് എത്രയാണ് വരുന്നത് ആ ഒരു വിഡ്ത്തും അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് മൊത്തത്തിൽ താഴേക്ക് വരെ വരച്ച് കൊടുക്കുക. താഴെ എത്രയാണോ വിഡ്ത്ത് വരുന്നത് ആ ഒരു മൊത്തം വിഡ്ത്താണ് എടുക്കുന്നത്. താഴേന്ന് 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത ശേഷം ഒന്ന് ഷേപ്പ് വരാൻ വേണ്ടിയിട്ട്, തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്ത ശേഷം ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി മാർക്ക് ചെയ്തതിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാം. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഭാഗം നെക്സ്റ്റ് പാർട്ടായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് കാണേണ്ടവർ നെക്സ്റ്റ് പാർട്ടും കൂടി ഒന്ന് കാണാം.